പെട്ടകം ചുമന്നവൻ കാൽ ചവിട്ടി കലങ്ങി മറിയുന്ന യോർദാൻ മിണ്ടാതിരുന്നു. പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിപ്പാൻ ഈ പെട്ടകമകത്തുള്ളവൻ മതി. അതുകൊണ്ട് ഈ നാമത്തെ പേറുന്നവനാണ് ഏറ്റവും വലിയ വേലക്കായി കൊടുക്കുന്നത്. സുവിശേഷം ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ വേല ചെയ്യുന്നവൻ. നിങ്ങൾ എന്നോട് സമ്മതിക്കില്ലെന്ന് എനിക്കറിയത്തില്ല, എന്നെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ. സുവിശേഷമാണ് ഏറ്റവും വലിയ വേല. സുവിശേഷം ചെയ്യുന്നവന് തുറന്നു കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് വേറെ ആർക്കുമില്ല. ആമേൻ. ഇവിടെ ഈ നമ്മുടെ കേരള ഗവൺമെന്റിൽ നിന്ന് ഒരാൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ എത്ര ഒപ്പുപടിക്കണമെന്നറിയാം. എത്ര ആൾക്കാരുടെ ഇതെല്ലാം കാണിച്ച് കേന്ദ്ര ഗവൺമെന്റ് അയക്കുമ്പോൾ അവൻ ഇന്ന് പോകണ്ട, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, അവർ പേപ്പർ എഴുതി വെച്ചാൽ പോവുകയല്ല. അധികാരികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നടക്കുമ്പോൾ കർത്താവ് നിശ്ചയിച്ച നീ പഠിച്ചിട്ടില്ലെങ്കിലും പോയി പ്രസംഗിക്കും. ധനമില്ലെങ്കിലും കർത്താവ് ധനം തരും. അതുകൊണ്ട് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ഈ നാമത്തിനു വേണ്ടി വില കൊടുത്തവരും ഈ നാമത്തിനു വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തവരും വീടിന്റെ വാതിൽ മലർക്കെ തുറന്നിട്ടവരും തങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്ന് ശ്രേഷ്ഠത എടുത്ത് വിളമ്പിയവരും ആരും നശിച്ചു പോകുകയില്ല. അവരുടെ തലമുറകളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ് അവർ ഒരുക്കി വെച്ചത് എന്ന് ഓർത്തുകൊള്ളുക. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഈ വേല ശ്രേഷ്ഠമാണ്. കർത്താവ് നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തോ, നിന്നെ വിളിച്ചോ, തെരഞ്ഞെടുത്തോ. കണ്ടോ, പടകിൽ ഈ 2 പടകുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. പുരുഷാരം തിങ്ങി. എന്തിനാ പുരുഷാരം തിങ്ങിയതെന്നറിയോ? പുരുഷാരം തിങ്ങിയത് എന്തിനായിരുന്നു ജഷേ? പുരുഷാരം തിങ്ങിയത് എന്തിനായിരുന്നു? അറിയാൻ പാടില്ലാത്തോണ്ട് തിങ്ങിയത്. വചനം കേൾക്കാനാണ് തിങ്ങിയത്. വചനം കേൾക്കാനാണ് തിങ്ങിയത്. ഇത് വചനപ്രസംഗങ്ങളോട് ഒരു ദിക്കലുമില്ല, തിരക്കലുമില്ല. ഇപ്പോൾ വെള്ളിവെട്ടവും വെളിച്ചവും ഒക്കെ ആണെങ്കിൽ ഒരു രസം. യൂത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുരുങ്ങിയതിനെ പിടിക്കാൻ എവിടെ നിന്ന് പിടിക്കും? കുറെ കഴിഞ്ഞ് കർത്താവിനോട് മാന്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ യൂത്തിന്റെ കൂടെ കിടന്ന് ആടുന്നു. വിശേഷാടി ഇല്ലായിരുന്ന ആൾക്ക് ഊശാന്താടി വന്നു. ഹല്ലേലൂയ. ഇവിടെ 2 പടകുണ്ടായിരുന്നു. അതിൽ ഒരു പടകിൽ കർത്താവ് ശീമോനോട് അപേക്ഷിച്ചു എന്നൊരു വാക്യമുണ്ട്. ശീമോനോട് കർത്താവ് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, ഈ പടക് ഇച്ചിരി അങ്ങോട്ട് നീക്കി കൊടുക്കുക. അവിടെ വേറെ യോഗ്യന്മാരില്ലാഞ്ഞിട്ടൊന്നുമല്ല, തെക്കോട്ടുണ്ണടി യോഗ്യന്മാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഈ പടകിനെ അങ്ങോട്ട് നീക്കിടാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഈ പടകിൽ കയറാൻ കർത്താവിന് ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലേ? അപ്പൊ പത്രോസിനോട് പറഞ്ഞു, നീ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യതാണ്, യേശു അവനോട് അപേക്ഷിച്ചു. സ്വർഗത്തിലെ ദൈവം താൻ തെരഞ്ഞെടുത്ത മനുഷ്യനോട് എന്ത് ചെയ്യാണ്? അപേക്ഷിക്കുക. നമ്മളാണെങ്കിൽ 1000 രൂപ കടം കൊടുത്ത് നമ്മുടെ ഭാവം ശരിയല്ല, മറക്കും. ഇനി ഒന്നും വേണ്ട, കൊല്ലം വരെ പോകാൻ വിളിച്ചു, നമ്മൾ കൂടെ പോയി. എത്ര കാലം നമ്മളത് പറയും? ഇവിടെ കർത്താവ് അപേക്ഷിച്ചു. പത്രോസ് പടകിനെ അങ്ങോട്ട് ഇറക്കിക്കൊടുത്തു. 2 പടകുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഇവന്റെ പടകിൽ കർത്താവ് കയറിയത്? തള്ളി പറയുന്നതൊക്കെ കർത്താവിനറിയാം. പക്ഷെ ഉള്ളിലെ ലോക സ്ഥാപനത്തിന് മുന്നേ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതറിയാവുന്നത് ലോകത്തെ സൃഷ്ടിച്ചവരാണ്. പത്രോസിനും അറിയില്ല, നമുക്കും അറിയത്തില്ല. അടുത്ത് കേൾക്കുന്നവരോട് പറയുന്നു, ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ പടകൊന്ന് നീക്കിയിടാൻ കർത്താവ് പറഞ്ഞു. നീക്കിയിടാൻ പറഞ്ഞതിന് കാരണം ഇരിക്കുന്നത് പോലെ നിന്നെ പണിയാൻ ബുദ്ധിമുട്ട്. അതുപോലെ എത്ര പണിയാൻ ശ്രമിച്ചാലും പതുക്കെ നമ്മൾ രാവിലെ വന്ന് അവിടെ തന്നെ ചില കണ്ടില്ലേ, ജനിച്ച നാൾ എനിക്ക് മാറാൻ പറ്റുന്നില്ല പാസ്റ്ററേ, പറ്റില്ല ബ്രദർ. ജനിച്ച നാൾ മുതലുള്ള സ്വഭാവങ്ങൾ അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ കിടന്ന് എന്നെ അങ്ങ് മെനയുക. മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞത് ഭയങ്കര വേറെ ഭാഷയൊന്നും അല്ലല്ലോ പറയുന്നത്. 20 വർഷമായാലും 25 വർഷമായാലും എന്റെ കർത്താവിന് എന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കഠിന മനുഷ്യനാണ് ഞാനെങ്കിൽ
മാനസാന്തരപ്പെടേണ്ടുന്ന മേഖലകളിൽ, ദൈവവചനം പഠിക്കേണ്ടുന്ന മേഖലകളിൽ ഇപ്പൊ ഞാനൊരു ജീവനുള്ള മനുഷ്യനാണെങ്കിൽ കൃത്യമായിട്ട് രാവിലെ 8-8:30 ആവുമ്പോൾ എനിക്ക് വിശക്കും. 12 മണിക്ക് എനിക്ക് വിശക്കും, സത്യവിശക്കും. ചില സമയത്ത് ഒരു ആന്തലാണ്, അപ്പോഴെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാരി കഴിക്കാൻ തോന്നും. വിശക്കും. രാവിലത്തെ ചായ കിട്ടിയില്ലെങ്കിൽ ഒരു അസ്കിതാണ്. നമ്മൾക്ക് രാവിലെ വചനം വായിച്ചില്ലെങ്കിൽ ഈ അസ്കിതുണ്ട്. പുറത്ത് ഈ ചതയുള്ള മനുഷ്യൻ രാവിലെ മറപ്പുരയിലേക്ക് കളയേണ്ടുന്ന ഭക്ഷണം കയറ്റാനുള്ള ആ ത്രില്ലുകൾ. എന്നാൽ ആത്മമനുഷ്യന് വേണ്ടുന്ന രാവിലെ കൊടുത്തോ? രക്ഷിക്കപ്പെട്ടവന് ഭക്ഷണം വേണോ വേണ്ടായോ? ആത്മീയ ആഹാരം വേണോ വേണ്ടായോ? ഉറപ്പാണോ? അത് കൊടുക്കുവോ? അത് കൊടുത്താൽ നല്ലത്. അതിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കണം. അകത്തിങ്ങനെ ഒരു വിശപ്പുണ്ടാകണം, ദാഹമുണ്ടാകണം. ആ ദാഹത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പോകും. രണ്ട് ദൈവമക്കളെ, ദൈവത്തെ കൂടാതെയുള്ള എല്ലാ പ്രവൃത്തിയും എന്ത് ചെയ്യും? മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ദൈവസഭയ്ക്ക് ഒരു ക്രമമുണ്ട്. ദൈവസഭയുടെ ക്രമം എന്താ പറയുക? ദൈവസഭയുടെ ക്രമം ദൈവസഭയുടെ ക്രമം സ്നേഹമാണ്. സിമ്പിൾ, വളരെ സിമ്പിൾ. 100 മാർക്ക്. സ്നേഹിച്ചാൽ 100 മാർക്ക് കിട്ടും. ഹല്ലേലൂയ. പറയാളിപ്പ സ്നേഹിക്കണം. ഹല്ലേലൂയ. അതെ പറയുമ്പോ തിരിച്ചറിഞ്ഞ നല്ലതാ. അപ്പൊ ഇനി അങ്ങോട്ട് നടന്നാ മതിയല്ലോ. നിങ്ങൾക്ക് ആ വഴി പോലും അറിയത്തില്ല. കണ്ടില്ല, എല്ലാവരും കണ്ടില്ലേ? എന്തായിരിക്കും ദൈവസഭയുടെ ഭരണം? അതിന്റെ എന്തായിരിക്കും ആത്മീയ സ്നേഹം? എന്റെ സഭയെ നിന്നെ സ്നേഹത്തിലാ പണിഞ്ഞിരിക്കുന്നേ. പത്രോസിന്റെ ഉള്ളിൽ ദൈവത്തോട് തോന്നിയ ഭയങ്കരമായ ഒരു ആരാധന. അവനാ മീൻ കണ്ടപ്പോ തന്നെ വിളിച്ച മീനിലും നോക്കി, കർത്താവിലും നോക്കിയപ്പോ മനസ്സിലായി, എന്നും ഇത് കിട്ടണമെങ്കിൽ ഇതാണ് നല്ലത്. ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ. കടയിൽ കൊണ്ടുപോകുമ്പോ ഇത് തീരും, വീണ്ടും പടക് ശൂന്യമാകും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പറയുന്നിടത്ത് വല ഇറക്കിയാൽ എന്നും കിട്ടും. പാപ അങ്ങനെ വിചാരിച്ച് അല്ല, സിൻസിയറാ. അതുകൊണ്ട് വള്ളത്തെ ഒതുക്കി വെച്ചിട്ട് ഞാനൊന്ന് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഈ പത്രോസ് ചോദിക്കും, ഞങ്ങള് വള്ളവും വലയൊക്കെ വിട്ടിട്ട് വന്നല്ലോ, ഇതൊന്നും കിട്ടുമോ? ഇപ്പം വർഷം 2.5 ആകുമ്പോൾ ഇതിനോടൊക്കെ ഞാനൊരു വലിയൊരു മീൻ മുതലാളിയാകേണ്ട സമയം ഇപ്പോഴും. ഇപ്പൊ കർത്താവ് പറയണം, മോനേടാ, നമ്മളെ സ്വർഗത്തില് ഒരു 12 സിംഹാസനം വെച്ചിട്ടുണ്ട്. അവിടെ അതിൽ ഒന്ന് നിനക്കുണ്ടായിരുന്നു. പുള്ളിക്കാരനങ്ങ് മനസ്സിലായി. അപ്പൊ കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെയും നിനക്ക് കിട്ടും. ആമേൻ. ഇവിടെയും നിനക്ക് കിട്ടും, അവിടെയും ഉണ്ടാകും. അതുകൊണ്ട് ദൈവ വിഷയമായി നീ സമ്പന്നനാകാതിരുന്ന, ആത്മീയ സമ്പന്നത പ്രാപിക്കുന്നവൻ പ്രതികൂലങ്ങൾ വരുമ്പോ അടിപതറിപ്പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ജാതികൾ അവരുടെ ദേവന്മാരെയും ദൈവങ്ങളെയൊക്കെ ഘോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആരെങ്കിലും എന്തെങ്കിലും പറയും, ഇനിമേലിലെങ്ങാനും ബൈബിള് കയ്യിലെടുക്കുന്നത് കണ്ടു കഴിഞ്ഞു പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി ഇത് വായിക്കണ്ടത്. വീട്ടിൽ പോകുമ്പോ എന്റെ അച്ഛൻ പറഞ്ഞു, ഇനി ഒരു ബൈബിൾ എടുക്കരുത്. ഓ, എന്റെ ഹൃദയം പോലെ സംസാരിച്ചു. ഇവിടെ അന്യഭാഷ പറയുന്നത് കേൾക്കരുത്, തെറി പറയാം. അവിടെ ഇങ്ങോട്ട് വളഞ്ഞു കുത്തി അന്യഭാഷ പറയണം. ഭയപ്പെടരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു വ്യക്തമായൊരു കാര്യമുണ്ട്, നീ മനുഷ്യരെ ഭയപ്പെടരുത്. സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കും, ഭയപ്പെടരുത്. ആമേൻ. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യണം. നിങ്ങൾ നോക്ക്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ദൈവത്തോട് കൂടെ നടന്നവരുടെ മേലൊരു ആത്മഭാരം, ദൈവം നിയോഗിച്ച ഒരു ഭാരം. ഹല്ലേലൂയ. മോശയുടെ മേൽ, ഹൃദയത്തിന്റെ മേൽ ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് നടത്താൻ ഒരു ഭാരം. ദൈവകൽപ്പന കേട്ട യോശുവയ്ക്ക് യോർദാൻ പിളർക്കണം, യെരിഹോ തകർക്കണം, ഈ ജനത്തെയും കൊണ്ട് കനാൻ ദേശത്തേക്ക് നടത്തുവാനൊരു ഭാരം. രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവിന്റെ ഒരു ഭാരം. മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു,
അത് പോരാ. എത്ര മനോഹരമായ ഒരു അധ്യായം, ഒരു പുസ്തകമാണെന്നറിയൂ നെഹമ്യ. ഹല്ലേലൂയ. കൊട്ടാരം പണിയാൻ എളുപ്പം. മതിൽ നേരാമണ്ണം പണിതില്ലെങ്കിൽ പട്ടി കയറും. മതിൽ നേരാമണ്ണം പണിതില്ലെങ്കിൽ കാണുന്നതൊക്കെ കയറി ആന്തിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ബന്ധസാക്കി വെക്കും, ഫ്രണ്ടൊക്കെ തുറന്നിട്ടേക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് തുറന്ന് അടച്ചു വെക്കും, ബാക്ക് തുറന്നിട്ടേക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ 4-5 വിടവുകൾ നമ്മൾ തന്നെ ഇറങ്ങാൻ എളുപ്പത്തിനുണ്ടേക്കും. അപ്പൊ മതിലുകൾ പണിയണം. ഈ ആദ്യത്തെ രക്തസാക്ഷി ആരാ? ഹാബേൽ. ഹാബേലിനൊരു ആത്മഭാരം. ഹാബേലിനോടുത്ത ആത്മഭാരം എന്താ സഹോദരി? ഹാബേലിനോടുത്ത ഹാബേലിന് ഉണ്ടായ ആത്മഭാരം ദൈവത്തിന് നല്ലൊരു യാഗം കഴിക്കണം എന്നൊരു ആത്മഭാരം. ഹല്ലേലൂയ. ആമേൻ. ആ യാഗം പൂർത്തിയായതുകൊണ്ട് അപ്പൊ തന്നെ ആളെ എടുത്തില്ലേ? നമുക്ക് തോന്നുന്നു ഇതറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ യാഗം പോയിട്ട് ആ ഏരിയയിലെ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇതിനായിരുന്നല്ലേ വിളിച്ചത്. ആ യാഗത്ത് കഴിഞ്ഞിട്ട് ഹാബേൽ ഈ ഭൂമിയിൽ വേണ്ട. കാരണം ഇങ്ങ് 2000-4000 കൊല്ലങ്ങൾക്ക് ഇപ്പുറം യേശു സാക്ഷ്യം പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കും, ഈ രക്തം നിനക്ക് വേണ്ടി വാദിക്കും. അന്ന് ഹാബേലിന്റെ രക്തം നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് കരയുന്നത്, ദൈവം കായനോട് ചോദിച്ചു, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു, രക്തം മരിക്കത്തില്ല, രക്തത്തിനകത്ത് ജീവൻ ഇരിക്കുകയാൽ ആ ജീവനെ ആർക്കും കൊല്ലാൻ സാധിക്കത്തില്ല. ഹാബേലിന്റെ രക്തം അന്ന് നിലവിളിച്ചു, ദൈവമേ ദൈവമേ എന്നെ തള്ളിയിട്ട് കളഞ്ഞതെന്ത്? സൃഷ്ടിച്ച കർത്താവേ നീ എന്നെ വീഴ്ത്തിക്കളഞ്ഞതെന്ത്? എന്തുകൊണ്ട് ഞാൻ ഈ മണ്ണിൽ ചിതറപ്പെട്ടു? ഇതിന് പകരമായി കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എലി എലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ സകല മാനവ കുലത്തിനു വേണ്ടി ഞാനിതാ കരഞ്ഞു പറയുന്നു, ഞാനിതാ നിലവിളിച്ചു പറയുന്നു, തള്ളിയിട്ട് കളഞ്ഞത് എന്തപ്പാ? അതേ അപ്പൻ തന്നെ പറയുക, തള്ളിയിടുകയല്ല, ഞാൻ നിന്നെ അവിടെ നിന്ന് ഈ ഒരൊറ്റ പ്രാർത്ഥന കാരണം നിന്നെ വീണ്ടെടുക്കുകയാണ്, നിന്നെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ആമേൻ. അതുകൊണ്ട് സഭ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ കരുതണം, കർത്താവേ നിന്നെ കൂടാതെ, നിന്റെ ആലോചന കൂടാതെയുള്ള എന്റെ വഴികളൊക്കെ പരാജയങ്ങളാണെന്ന് എത്ര പേർ സമ്മതിക്കും? ഹല്ലേലൂയ. സമ്മതിക്കോ? സമ്മതിക്കും. ദൈവമക്കളെ ഒരു ടിപ്പ് തരാം. ആ ടിപ്പ് ഇതാ, തീരെ അങ്ങ് ശ്വാസോച്ഛ്വാസം താഴുന്നത് വരെ കാത്തിരിക്കരുത്. അങ്ങനെയാണ്. പിന്നെ പന്നിക്കുട്ടി കിടന്നപ്പോഴല്ലേ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് എഴുന്നേറ്റ് വന്നൊരു വിചാരം. എന്തിനാ ലൂക്കിൽ അത് എഴുതി വെച്ചെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചു. അപ്പോഴും ഒരു അവസരം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവർക്കും അവസരം ഇല്ല. അതുകൂടെ ഓർത്താ നല്ലത്. ഗുളിക കൊടുക്കേണ്ടുന്ന സമയത്ത് ഗുളിക കൊടുത്താൽ ആക്റ്റീവ്, വെള്ളം ഇറങ്ങേണ്ടുന്ന സമയത്ത് വെള്ളം കൊടുത്താൽ വെള്ളം ആക്റ്റീവ്. ഇതൊന്നുമില്ലാതെ വരൾച്ച വരുന്നത് വരെ കാത്തിരിക്കണം. അയ്യോ വരണ്ട നിലത്ത് നീ തെളിനീരായി വരുമല്ലോ, എത്ര പ്രാവശ്യം തെളിനീരായി വന്നിട്ട് നീ കണ്ടില്ലല്ലോ മകനെ എന്ന് പറയുന്നു. അങ്ങ് അറ്റം പറ്റുന്നത് വരെ കാത്തിരിക്കണം. ഈ സിംറ്റംസ് വരുമ്പോ തന്നെ എന്ത് ചെയ്യണം? എല്ലാവരുടെയും കൊടുത്ത് ചികിത്സിക്കണ്ട, ഒന്ന് യേശുവിന്റെ കരുത്തിലൊന്ന് കൊടുക്കാമോ? യഥാർത്ഥമായിട്ട് ഈ വെസൽ പ്രയർ നടത്താത്തതിന്റെ കാരണം എന്തെന്നറിയാം? വെസൽ പ്രയർ നടത്തിയാൽ എന്ത് ചെയ്യേണ്ടി വരും? മാനസാന്തരപ്പെടേണ്ടി വരും. സഭായോഗത്തിന് പാസ്റ്ററെ പറ്റിച്ചാൽ മതി. കൂടെ ഇരിക്കുന്ന അന്യഭാഷ 4 നിങ്ങളെല്ലാവരും അന്യഭാഷ, ഞാനെന്ന് വിചാരിക്കും രാത്രി മുഴുവൻ അന്യഭാഷ പറഞ്ഞു, ഞാനങ്ങ് വിചാരിക്കും എന്ന് കരുതണ്ട. ഒന്നുമില്ലെങ്കിൽ അടുത്തിരിക്കുന്ന വിശ്വം അവൻ നോക്കുമ്പോ എന്തൊരു ഭാഷ. എന്നാ പേഴ്സണൽ പ്രയർ ഉള്ളവനുണ്ടല്ലോ, അവ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അവനോട് കൂടെ ദൈവം സംസാരിക്കാനുള്ള സമയമാണത്. അവന്റെ കേടുപാടുകൾ തീർക്കുന്ന സമയമാണത്. സഭായോഗം ആരാധിക്കാനുള്ള സമയമാണ്. ഈ സഭായോഗത്തിനകത്ത് എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ടോ അതെല്ലാം ഉണ്ടല്ലോ. ദൈവം കരി വെച്ചിരുന്നിട്ട് ഒരാഴ്ച കാര്യത്തെ വിളമ്പി തരുന്നതാണ്. നിങ്ങൾ എവിടെ പോയിട്ടുണ്ടോ? അതൊക്കെ ഇവിടെ ദൂതകൾ കയറി വരും, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ കയറി വരും. അതുകൊണ്ട് കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊന്നും ആരും കരുതണം. എല്ലാം കാണുന്നു,
എല്ലാം കേൾക്കുന്നവൻ. മറഞ്ഞിരുന്നത് വെളിച്ചത്ത് വിളിച്ചു പറയും. വെളിച്ചത്ത് വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ പേഴ്സണൽ പ്രയർ ടാലി ആയിക്കോണം. കർത്താവേ, ഞാൻ ഇവിടെ നിരപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് നീ ആലയത്തിലേക്ക് വരുമ്പോൾ, നീ യാഗം കഴിക്കാൻ വരുമ്പോൾ, നീ യാഗവസ്തു എവിടെ വെക്കണം? അവിടെ വെക്കാനില്ല. നീ അവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് നീ ആദ്യം പോയി നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ വയ്ക്കാനാണ് പറഞ്ഞത്. അല്ലാതെ അവൾക്ക് നിന്നോട് തോന്നിയത് കൊണ്ട് അവൻ എന്നെ ദ്രോഹിച്ചു, വഞ്ചിച്ചു, എങ്കിലും ഞാൻ നിന്റെ സന്നിധിയിലുണ്ട് കർത്താവ്, സങ്കീർത്തനം പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് യാഗം കഴിക്കാൻ വരുമ്പോൾ ദൈവസന്നിധിയിലാണ് വരുന്നുള്ള ഒരു ചിന്ത വരണമെങ്കിൽ ഇത് എവിടെ വെച്ച് ടാലി ആക്കണം? പേഴ്സണൽ പ്രയറില് ദൈവം വ്യക്തിപരമായി സംസാരിക്കും. ദൈവം ഇടപെടില്ലേ? സംസാരിക്കില്ലേ? ദൈവവചനം കൊണ്ട് നിങ്ങളെ പുഷ്ടിപ്പെടുത്തില്ലേ? ഹല്ലേലൂയ. ദർശനങ്ങളും വെളിപ്പാടുകളൊക്കെ പിന്നെ തന്നെ. ആരും കരുതരുത് എനിക്ക് വലിയൊരു വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. വെളിപ്പാടൊക്കെ എന്ത് വെളിപ്പാടാണെന്നുള്ളത് വ്യക്തമാണ്. ന്യായവിധിയാണ് വെളിപ്പാട്. ശരിയല്ലേ? യോഹന്നാന്റെ വെളിപ്പാട് ന്യായവിധിയെ, വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചല്ലേ. നമുക്ക് ന്യായവിധിയുടെ വെളിപ്പാടുകൾ തരും. അത് വരാതിരിക്കാൻ വേണ്ടി വെളിപ്പാട് നേരെ വണ്ണം വ്യാഖ്യാനം ചെയ്ത് അപ്പം തന്നെ കാര്യം മനസ്സിലാകും. പിന്നെ അതിനെ പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും വേണ്ട. സറണ്ടർ ഇറ്റ്. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം, സറണ്ടർ ചെയ്യണം. നീ എഴുതി വെച്ച പ്രബന്ധങ്ങളും കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലണം. അവന്റെ മുമ്പിൽ വെച്ച് പുസ്തകം തുറക്കണം. തുറക്കുമ്പോൾ മാറ്റേണ്ടത് എന്താണെന്ന് കാണിച്ചു തരും. നീ ശിംശോനാണെങ്കിൽ ദലീല മാറ്റാൻ പറയും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആഹാവാണെങ്കിൽ നീ ചീരത്തോട്ടം കട്ടെങ്കിൽ അത് പറയും. എല്ലാം പറഞ്ഞു. പിന്നെ ഇസബേലാണെങ്കിൽ അതും പറയും. എന്തിനു നീ കണ്ണെഴുതുന്നു, എന്തിനു നീ പൊട്ടു തൊടുന്നു, എന്തിനു നീ ഇതൊക്കെ കാണിക്കുന്നുള്ളതിനൊക്കെ എന്തുണ്ട്? ദൈവമേ, നീ എന്നെ കണ്ടോളൂ. ദൈവത്തെ കാണിക്കാനൊന്നും അല്ലല്ലോ. ഉറപ്പല്ലേ? ആണോ അല്ലയോ? കൺഫ്യൂഷനാ? ഞാൻ പട്ടാളക്കാരനെ പോലെ മുടിയൊക്കെ വെട്ടി ഇവിടെ ഇങ്ങനെ ഉഷാരിയൊക്കെ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവമേ എന്നെ കണ്ടോളൂ, നീ തന്ന മുടിയെ ഞാൻ എത്ര മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ആമേൻ. കർത്താവിനെ കൂടാതെ പണിയൊന്നും ഒക്കുകയില്ല. ഇനി കർത്താവിനെ കൂടിയിട്ടാണെങ്കിലോ മനോഹരമാകും. കർത്താവിനെ കൂടിയിട്ടാണെങ്കിൽ ഒരു കാര്യം, ഒരു ഗുണം ഉണ്ടാവും. ആ ഗുണം ഇതാണ്: ഈ കർത്താവ് നമുക്ക് കൂടെ കാര്യങ്ങൾ പറഞ്ഞു, തെറ്റുണ്ടെങ്കിൽ കാണിച്ചു. ഹലോ, ഞാൻ വചനം തുറന്നില്ലല്ലോ. നിങ്ങളിപ്പോ വചനം നോക്കണം. എന്നെ നോക്കി വചനം തരാം. ഇപ്പൊ ഇത് പ്രബോധന. കൂടെ എന്ന് വിളിക്കത്തില്ല, മോനെ എന്നെ വിളിക്കത്തോ. വിളി മാറുന്നുണ്ടെങ്കിൽ ജാഗ്രത. ഹല്ലേലൂയ. ശബ്ദം ടോണ് മാറുന്നുണ്ടെങ്കിൽ ഈ എബ്രായർ 12-ാം അധ്യായത്തിലൊക്കെ കർത്താവ് ശിക്ഷിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എത്ര മനോഹരമായിട്ട്, എത്ര ശാന്തമായിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്: ശിക്ഷ വന്നില്ലെങ്കിൽ നീ കൗലട എന്നത്ര, നീ ജാരസന്തതിയെ, നീ നേരാമണ്ണം വരാത്തതാണെന്നാ പറഞ്ഞേക്കണം. അപ്പൊ നീ മക്കളാണോ, നിന്നെ നന്നാക്കും കർത്താവ്. പക്ഷെ ഇരിക്കുന്നൊരു സ്വഭാവം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇരിക്കുന്നത് വരെ കർത്താവ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരും കരുതണ്ട, നിത്യതയിലുള്ള കർത്താവിന് പ്രായം കൂടുന്നില്ല. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് 2000 കൊല്ലം കൊണ്ട് നരച്ചൊരു പരുവായി എന്നാരും കരുതണ്ട. നമ്മളാണെങ്കിൽ നരച്ചൊരു പരുവാകും. 139 വയസ്സ് വരെ ഞാനിരിക്കുന്ന സീൻ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ട്? ആണോ? അവിടെ 175 അബ്രഹാം മരിച്ചത്. അത് അന്ധകാലം. 927 വർഷം ആദാം ജീവിച്ചു. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ആളാരാ? എത്ര കാലം? 900 ഏതെങ്കിലും ഒന്ന് ലൊക്ക്. 900 മെതുശലേക്കാണ് കൂടുതൽ കാലം ജീവിച്ചിരുന്നത്. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുക. തുരപ്പം കറമ്പാതിരിക്കണമെങ്കിൽ ഒന്ന് ഇപ്പൊ ഇരിക്കുന്ന പടകിൽ നിന്ന് മാറി കയറണം. വീണ്ടും ആ ഭാഗം തൊടുകയാണ്. ഈ പടകിന്റെ അടുക്കിലേക്ക് കർത്താവ് വരുമ്പോ ജനം തിക്കി തിരക്കി വചനം കേൾപ്പാൻ
അടുത്തേക്കാൾ കരം കൊടുത്തോട് വചനം കേൾപ്പാൻ തിക്കിത്തിരക്കി. അപ്പൊ അതിന്റെ അർത്ഥം ആചാരം അന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വചനം കുറവായിരുന്നു. പരീശന്മാരും ശാസ്ത്രിമാർക്ക് കൊടുപ്പാൻ വചനമില്ലായിരുന്നു. ഇവരെല്ലാം പറഞ്ഞാലും പതാരം കൊടുത്തോ, ദശാംശം ഇട്ടോ, ഉപവസിച്ചോ, നീ ശവം തൊടാതെ നടന്നോ, ഇതൊക്കെ പറയാനുള്ളൂ. ഇത് കർത്താവിന്റെ വചനം കേൾക്കാൻ ജനം തിക്കിത്തിരക്കി. പിന്നെ ഏറ്റവും തൊടുന്നൊരു ഭാഗം പറയാം. 2 പടകിലുള്ളതിൽ ഒന്നിലെ കർത്താവ് കയറിയുള്ളൂ. എങ്കിൽ എന്നിലും നിന്നിലും കർത്താവ് കയറി എന്ന് വിശ്വസിക്കും. ആമേൻ. എങ്കിൽ ഈ പടക് നശിച്ചു പോകത്തില്ല. ആമേൻ. ഈ പടക് നഷ്ടമായി പോകത്തില്ല. ഈ പടകിനെ എത്തേണ്ടിടത്ത് എത്തിപ്പാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയൂ. ഒരു ദൂതനും എന്നെ കൊണ്ടുപോകാൻ പറ്റും. പുതുനിയമത്തിന്റെ ശക്തിയാണ് കർത്താവ് തന്നെ ലിറ്ററലി ഇറങ്ങി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. കാരണം ആത്മാവ് പരിവർത്തനം ചെയ്യാത്ത ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവുമായിട്ട് സംവദിക്കാത്ത ഒരു വ്യക്തിക്ക് 4 അന്യഭാഷ പറയാൻ വേണ്ടിയിട്ട് അതല്ല, നല്ലത് ആത്മീയ മർമ്മമാണ്. എങ്കിലും പറയുന്നു, അന്യഭാഷയിൽ മാത്രം പറയാൻ വേണ്ടിയിട്ടല്ല. ആത്മാവ് പരിവർത്തനം ചെയ്യുമ്പോൾ, ആത്മാവ് നിന്റെ മേൽ പരിവർത്തനം, നിന്നെ മാറ്റുമ്പോൾ, ഞാൻ മാറില്ല എന്ന് പറഞ്ഞാൽ ആത്മാവ് സൈലന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് സൈലന്റ് ആണെന്ന് അറിയോ? എന്തുകൊണ്ടായിരിക്കും സൈലന്റ് ആകുന്നത്? നമ്മൾ തന്നെ ഒരു കൊച്ചിനെ വിളിച്ചിട്ട് കുഞ്ഞെ ഇത് ചെയ്യ് 5 പ്രാവശ്യം പറഞ്ഞു, 6ാം പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ എന്ത് പറയും? 10 കിലോ ചാക്ക് എടുത്താലേ വെച്ചിട്ടാവും. കൊച്ചു ചെയ്തില്ല, അതൊന്നും ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയും അതിനെ വിട്ടുകളെ, അത് കൊള്ളരുതാത്ത എന്ന് പറയും. ശരിയല്ലേ? നമുക്ക് പറയാനറിയാം, പരിശുദ്ധാത്മാവ് മാത്രം പറയണം. നമ്മളെന്ത് പറയും? അതനുസരണം. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഓടിപ്പോകുന്ന വീക്കിലോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ വന്ന് ചർക്കിടിച്ചു വീണു. എനിക്കറിയാം ഇത് ആ ശിക്ഷ ഇപ്പൊ കിട്ടിയതാണെന്ന് പറയില്ലേ? അപ്പൊ ഈ ജ്ഞാനം നമുക്കുണ്ടല്ലോ. ഈ ജ്ഞാനം തന്ന ഉടയവന്മേലും. അപ്പൊ ഉടയവന് ആത്മാവിനോട് സഖ്യത നടന്നില്ല എങ്കിൽ, ആത്മാവുമായിട്ട് സംഭാഷണം നടന്നില്ല എങ്കിൽ, ദിനംപ്രതി നടന്നില്ല എങ്കിൽ പടക് ശൂന്യമായി പോകും. എത്ര പേർക്ക് മനസ്സിലായി? ദിനംപ്രതി നമ്മളെ ജീവനോട് നിർത്തുന്നത് ഈ ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവുമായുള്ള സഖ്യതയാണ്. നമ്മളെ ക്ഷമിപ്പാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിനെ പോലെ നമ്മളെ പരിവർത്തനം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് യോഹന്നാൻ 16 പറയുന്നത്, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് വിളമ്പിത്തരും. അപ്പോ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ആരാണോ ഈ ആത്മാവുമായിട്ട് സഖ്യതയിൽ ഇരിക്കുന്നത് അവനെ കുറിച്ച് യേശുവിനുള്ള ഇഷ്ടം വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടല്ലേ ഓരോ വ്യക്തികൾ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് ഓരോരുത്തരെ കുറിച്ചും ഒരു അഭിപ്രായം പറയുന്ന കർത്താവിനെ കണ്ടില്ലേ? നഥനയിൽ വരുമ്പോൾ നഥനയിലിനെ കുറിച്ച്, പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, ആ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നതിനെ പോലും കർത്താവിന്റെ ഹൃദയത്തിലുണ്ട്. കൊണ്ടുവരേണ്ട കഴുതയെ കുറിച്ച് പോലും നിശ്ചയമുണ്ട്. ശീമോന്റെ വീട്ടിൽ പോയി കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുമ്പോ മറിയ വന്ന് സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് തലയിൽ ഒഴിക്കുമെന്ന് ആർക്കറിയാം? നന്നായിട്ടറിയാം. ഈ കർത്താവാണ് എന്റെ കർത്താവ്. ആമേൻ. 91 സങ്കീർത്തനം. അപ്പൊ ഇന്ന് തീരുമാനം എടുക്കണം, എന്റെ പടകിൽ കർത്താവ് കയറും. ആമേൻ. എന്റെ പടകിൽ കർത്താവ് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പടകിന്റെ കാര്യം ശുദ്ധീകരിക്കണം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കയറി വന്നുകൊണ്ട് ഞാൻ പറയാം. പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതേ പത്രോസിനോട് കർത്താവ് എന്തു പറഞ്ഞു? നീ ശുദ്ധീകരിച്ചതൊക്കെ ഇരിക്കട്ടെ, നീ ഇച്ചിരി കൊണ്ട് നീക്കിടാം. അപ്പൊ നീക്കി ഇട്ടാൽ മാത്രമേ അതിനകത്ത് കയറുള്ളൂ കർത്താവ്. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് ചെയ്യുവൻ. ഈ പിറവിയിലെ കുരുടനായ മനുഷ്യൻ, അവന്റെ പേര് ഇതിനകത്തില്ല, യോഹന്നാൻ 9 അവന് ചെളി കുഴച്ചവന്റെ കണ്ണിൽ അങ്ങോട്ട് എന്ത് ചെയ്തോളൂ? തേച്ചെടുത്തു. ടപ്പെന്ന് പറഞ്ഞ് സൗഖ്യമാക്കുന്ന കർത്താവ് ഇവനോട് പറഞ്ഞു, നീ ശിലോഹാം കുളം വരെ പോയി, നീ കാറ് പിടിച്ചോ ബസ് പിടിച്ചോ എങ്ങനെ പോകണമെന്നൊന്നും പറഞ്ഞില്ല, നീ ശിലോഹാം കുളത്തിൽ പോണം. അവിടെ പോയി
അപ്പൊ ഇവന് വേണമെങ്കിൽ പറയാം, ഞാനിവിടെ ഇരുന്നോളാം, കൊച്ചപ്പന്റെ മോൻ കുറച്ച് വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരും. അവന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വല്യപ്പന്റെ മോനുണ്ട്, കുമാരനുണ്ട്, കുമാരൻ കൊണ്ടുവരും. വരുമ്പത്തിന് തീർത്ഥജലം കൊണ്ട് എടുത്തോണ്ട് വാ, കൊണ്ടുവരും. ഇത് വെച്ചങ്ങ് കഴിയാ പോരെ? നോ, നീ കുരുടനായി തന്നെ തുടരും. എത്രയൊക്കെ മർമ്മം മനസ്സിലായി. അവനോട് പറഞ്ഞു, നീ തിരഞ്ഞെടുപ്പാണ്, നീ എന്റെ തിരഞ്ഞെടുപ്പാണ്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ അസ്ഥികൂടങ്ങളെ ഞാൻ കണ്ടതാ. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചു, ഓമന പേർ ചൊല്ലി വിളിച്ചു. നീ ബാലൻ എന്ന് പറയണ്ട, നീ തിരഞ്ഞെടുപ്പാണെങ്കിൽ നീ ശിലോഹം കുളം വരെ പോകാനാണ് നിന്നോട് കൽപ്പന. ഇവൻ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പോക്ക് ഇങ്ങോട്ടൊരു പോക്ക്, തിരിച്ചു വരുമ്പോ തികഞ്ഞൊരു ശിഷ്യനാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവൃത്തി അവനെ പഠിപ്പിക്കാൻ ബൈബിൾ കോളേജ് ഒന്നും വേണ്ടില്ല. അവിടെ അവിടെയായിട്ട് ഈ പേടിപ്പിക്കുന്ന ചില മനുഷ്യരെ നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ശരി. അപ്പൊ തിരിച്ചു വരുമ്പോ അളിയ നീയും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നു. കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അമ്മയപ്പന്മാരുടെ കൈയെടുത്തു. പക്ഷെ അവനെ ശക്തിപ്പെടുത്തുന്നവൻ മുഖാന്തരം, വിളിച്ചവൻ മുഖാന്തരം, ആ പടകിന്റെ മേൽ കയറുവാൻ കാത്തു നിന്നവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞോ? നിന്നെ സൗഖ്യമാക്കിയ ആ മശിഹയാകുന്നു ഞാൻ. ഹല്ലേലൂയ. അപ്പാ അടിയനെ സൗഖ്യമാക്കണമേ. അതുകൊണ്ട് ഹേ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിനകത്തും എൻ്റെ ജീവിതത്തിനകത്തും ഈ കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ടതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറിയാൽ 80 കഴിഞ്ഞ് ദൈവസന്നിധിയിൽ നിൽപ്പാൻ കൃപ ലഭിച്ച ജനം, നരകത്തിൽ നിന്ന് നിത്യജീവന്റെ മൊഴികളിൽ കേട്ട് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ ഭാഗ്യം സിദ്ധിച്ചവർ, വീണ്ടും നീ പഴയ മനുഷ്യനായി 20ഉം 25ഉം വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന പാരമ്പര്യത്തിന്റെ കണ്ണി എന്ന് പറഞ്ഞ് മാറാലെ പിടിച്ച് നശിക്കരുതെന്ന് ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയം കഴിഞ്ഞാൽ ബോധം പോകും, അല്പസമയം കഴിഞ്ഞാൽ പിന്നൊരു ടൈമില്ല മാനസാന്തരപ്പെടാൻ. അതുകൊണ്ട് പറഞ്ഞ പൾസ് പോകുന്നതിന് മുമ്പ് പിടിച്ചോണം. ഹല്ലേലൂയ. ഒരു 5-10 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയല്ലെന്നേ. എത്ര നല്ല കൂടിയ മരുന്നുണ്ടെങ്കിലും കേറുകയല്ലെന്നേ. അത്രയും താഴാൻ നിൽക്കരുത്. ആമേൻ.